ഇനി എനിക്ക് തോന്നുന്നു പ്രേക്ഷകരൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുവാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ അറിയാനുള്ള ഒരു ജിജ്ഞാസയുള്ള ഒരു വിഷയമാണ് ഈ കുഴഞ്ഞു വീണുള്ള മരണം. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ശ്രദ്ധ ലഭിച്ച ഒരു വിഷയം കൂടിയാണിത്. ഒരു സെക്രട്ടേറിയറ്റിൽ ഒരു ഓണാഘോഷ പരിപാടിയിൽ ഒരാൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. പിന്നെ ഈ അടുത്ത ഒരു സിനിമാ നടൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഡോക്ടർ അരുൺ ഗോപിയോട് അതിനെക്കുറിച്ച്. ഇപ്പോൾ ഈ കുഴഞ്ഞു വീണ് മരണപ്പെടുക എന്ന് പറയുന്നതിനാണ് ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുക. മിക്കവരും തെറ്റിദ്ധരിക്കുന്ന ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും ഒന്നാണെന്നാണ്. പക്ഷേ ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണത്തിൻ്റെ കാർഡിയാക് അറസ്റ്റിൻ്റെ ഒരു കാരണം മാത്രമാണ് ഹാർട്ട് അറ്റാക്ക്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും ഹാർട്ടിൻ്റെ ബ്ലോക്കിൻ്റെ രോഗങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമണസ്റ്റ് റീസൺ, ഒരു പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴാനുള്ള ഒരു കോമണസ്റ്റ് റീസൺ ഹാർട്ട് അറ്റാക്കാണ്. പക്ഷേ ബാക്കി പല ഹൃദയത്തിൻ്റെ അസുഖങ്ങളും ഈ കാർഡിയാക് അറസ്റ്റായിട്ട് തന്നെ കാണപ്പെടാം. അതായത് ചിലപ്പോൾ നിങ്ങൾ കണ്ടാണ്, ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീഴുന്നു, ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു. അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് പോയി ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നതല്ല. അത് പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പല ഹൃദയത്തിനകത്ത് ഉള്ള ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്. ഹൃദയത്തിൻ്റെ നമ്മൾ കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയും. അതാണ് ഒരാളുടെ ഒരു പൾസ് റേറ്റ് ഒരു 60 to 100 ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലോ ഹൃദയത്തിൻ്റെ പേശികളിലോ ജനിതകമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ചിലവർക്ക് ജനറ്റിക്കലി ഹാർട്ടിൻ്റെ മസിലിന് കട്ടി കൂടുക, അതിനെ കാർഡിയോ മയോപ്പത്തി എന്ന് പറയും. അല്ലെങ്കിൽ ചില ജനറ്റിക് പ്രോബ്ലംസ് കാരണം ഈ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ തന്നെ പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം മൂലമോ അല്ലെങ്കിൽ മസിലിൻ്റെ അസുഖം കൊണ്ടോ പെട്ടെന്ന് ഹൃദയമിടിപ്പ് താളം തെറ്റി നിന്നു പോകാം. അത് പെട്ടെന്നാണ് സംഭവിക്കുക. ആ കാർഡിയാക് അറസ്റ്റ് അവർക്ക് സംഭവിക്കുന്നതിൻ്റെ മുമ്പ് വരെ അവർ പെർഫെക്റ്റ്ലി നോർമലായിരിക്കും. ആൻഡ് ഈ രോഗി നേരത്തെ ഇവർ മിക്കവരും പറയുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു 6 മാസം മുമ്പ് ചെക്കപ്പ് ചെയ്തു, എൻ്റെ എല്ലാം നോർമലാണ്. ഈ ഒരു ജനറ്റിക് പ്രോബ്ലം ഒക്കെ പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന പോലെ ഒരു സിമ്പിളായിട്ടുള്ള ചിലപ്പോൾ ഒരു ECG ഒക്കെ തന്നെ എല്ലാം അറിയണം എന്നില്ല. കുറേയൊക്കെ നമുക്ക് ബേസിക് സ്ക്രീനിങ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ജനറ്റിക് പ്രോബ്ലംസ് ഒരു മേജർ റീസൺസ് ആണ്. അത് പലരും അറിയുന്നില്ല എന്നേ ഉള്ളൂ. ആൻഡ് ഇതൊരു കാർഡിയാക് അറസ്റ്റിലെ ആവും. ചിലപ്പോൾ ഇവരുടെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ തന്നെ കാർഡിയാക് അറസ്റ്റ് ആയിരിക്കാം. അപ്പം ഇതിൻ്റെ ഒരു മേജർ നമുക്കൊരു പ്രിഡിക്റ്റർ എന്ന് വെച്ചാൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് സഡൻ ഡെത്ത് ഉണ്ടെങ്കിൽ, അതായത് ഫാമിലിയിൽ ഇപ്പം സിബ്ലിങ്സിലോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെ കുടുംബത്തിൽ പെട്ടെന്ന് പ്രായം കുറഞ്ഞ ഏജിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ട അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഒന്ന് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ജനറ്റിക് ആയിട്ട് ഡിസീസ് ഉണ്ടോ അതൊന്ന് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പം ഈ ഒരു അസുഖം, ഈ പല ജനറ്റിക് ഡിസോർഡേഴ്സും നമ്മൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടൊരു ICD എന്ന് പറയുന്ന ഒരു പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം ഓൾമോസ്റ്റ് 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പണ്ടൊക്കെ കേട്ടാണ്, ഒരാൾ ഇപ്പോൾ വേൾഡ് കപ്പ് സമയത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു, കുഴഞ്ഞു വീണു, അവിടെ വെച്ച് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാൾ കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോൺസ് വെച്ചാൽ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, CPR ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എവിടെയെങ്കിലും ഡീഫിബ്രിലേറ്റർ ഉണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ഷോക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരെ റെസിസ്റ്റേറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സംഭവം ചെയ്യാൻ പറ്റും. നമ്മൾ ഹൃദയ ആഘാതത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞു, കാർഡിയാക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും വ്യത്യാസമുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹൃദയത്തിൻ്റെ ധമനികളിൽ ബ്ലോക്ക് വന്ന് പെട്ടെന്ന് അടഞ്ഞുണ്ടാകുന്ന ഹാർട്ടിന് കിട്ടുന്ന ഒരു ഷോക്കാണ്. അതിൽ ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് വരാതിരിക്കാം. കാർഡിയാക് അറസ്റ്റ് വരാത്ത ആളുകളാണ്, കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഹാർട്ട് അറ്റാക്കാണ് ഹോസ്പിറ്റലിലേക്ക് അവരെത്തുന്നത്. ചില ആളുകൾക്ക് സഡൻ ആയിട്ട് മരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഈ മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൽ അധികവും ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ല. അത് ഈ ഡോക്ടർ അരുൺ ഗോപി പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ റിതം, അതിൽ താളപ്പിഴവിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൊണ്ടാണ് സഡൻ കാർഡിയാക് അറസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പബ്ലിക്കിന് ഏറ്റവും അറിയേണ്ടതെന്ന് വെച്ചാൽ, ഈ ഹാർട്ട് അറ്റാക്കിനുള്ള അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഹൃദയം ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ മിടിച്ചു തുടങ്ങി നമ്മുടെ അവസാന അന്ത്യനിമിഷം വരെ 1 സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാത്ത ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം. ഒരു ദിവസം 1,00,000-ൽ പരം പ്രാവശ്യമാണ് അത് മിടിക്കുന്നത്. അപ്പോൾ ഈ ഹൃദയം 3 സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുഴഞ്ഞു വീണു പോകും, കാർഡിയാക് അറസ്റ്റ് ആവും. ആ കാർഡിയാക് അറസ്റ്റായ അല്ലെങ്കിൽ കുഴഞ്ഞു വീണ ഒരാളെ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ റിവൈവ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് പെർമനൻറ്റ് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്, ഹൈപ്പോക്സിക് ബ്രെയിൻ ഡാമേജ് സംഭവിക്കും. ഹൈപ്പോക്സിക് ബ്രെയിൻ ഡാമേജ് സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തെ നമ്മൾ എത്ര റിവൈവ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. നമ്മൾ ബ്രെയിൻ ഡെത്ത് എന്ന ഒരു കണ്ടീഷനിലേക്ക് ബ്രെയിൻ ഡെത്തായിട്ട് പോയി കഴിയും. പിന്നീട് നമ്മൾ ഹൃദയത്തെ റിവൈവ് ചെയ്തതുകൊണ്ട് കാര്യമില്ല.